തുടർച്ചയായിട്ടാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടക്കുന്നത്. SFI ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായിട്ട് മാറിയിരിക്കും. സിദ്ധാർത്ഥനെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് വൈത്തിരി വെറ്റിനറി കോളേജിൽ. അതിനുശേഷം കൊയിലാണ്ടിയിൽ SFIയിൽ ചേരാൻ വിദ്യാർത്ഥികൾ വിമുഖത കാണിച്ചു എന്നുള്ള പേരിൽ ക്രൂരമായ ആക്രമണം വിദ്യാർത്ഥികൾക്കെതിരെ അഴിച്ചുവിട്ടു. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നാമത്തെ ഗുരുതരമായ സംഭവമാണ് SFI നടത്തുന്ന ആക്രമണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ. സർക്കാരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത്. സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. SFI ഒരു ഭീകരവാദ പ്രസ്ഥാനമായി, ലക്ഷണമൊത്ത ഒരു ഭീകരവാദ പ്രസ്ഥാനമായി മാറിയിരിക്കും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടുന്നു എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത്. കുട്ടികളെ കോളേജിലേക്ക് അയക്കാൻ, ക്യാമ്പസുകളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് ഭയമാണ്. കേരളം പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് SFI ഗുണ്ടകളെ ഭയമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവസാനിപ്പിക്കപ്പെട്ട ക്രൂരമായ റാഗിംഗ് തുടരുന്ന സ്റ്റേറ്റായിട്ട് കേരളം മാറിയിരിക്കുന്നു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം ക്രൂരമായ റാഗിങ്ങിനും കലാശാലകളിലെ കോളേജ് ക്യാമ്പസിലെ അക്രമത്തിനും അറുതി വന്നപ്പോൾ പുരോഗമന സമൂഹമെന്ന് കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ദാരുണമായ അക്രമങ്ങൾ സർവകലാശാലകളിൽ, കോളേജുകളിൽ നടക്കുന്നത്. ഇതിന് ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മൗനാനുവാദമാണ്, പോലീസിൻ്റെ സഹായമാണ് തുടർച്ചയായി ഇത്തരം കിരാത വാഴ്ച സർവകലാശാലകളിൽ ഉണ്ടാവുന്നതിന് കാരണം. അടിയന്തരമായ നടപടി സർക്കാർ സ്വീകരിക്കണം. ഷാജിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഘടകത്തോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അവർ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ പേരിൽ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ആദ്യഘട്ടം കഴിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം, ഭാരതീയ ജനതാ പാർട്ടി ഏറെ മുമ്പിലെത്തിയിരിക്കും. പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ കേരള സന്ദർശനം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം തന്നെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ നടത്തിയ സന്ദർശനം വൻ വിജയമായിരുന്നു. 2 ദിവസം കൊണ്ടാണ്, 48 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വിപുലമായൊരു മഹാറാലി പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി സംഘടിപ്പിച്ചത്. 10,000കണക്കിന് ആളുകളാണ്, നിഷ്പക്ഷമതികളായ സാധാരണ ജനങ്ങളാണ് ആ റാലിയിൽ മണിക്കൂറുകളോളം പ്രധാനമന്ത്രിയെ കാത്ത് പൊരി വെയിലത്ത്, ഇത്രയും ചൂടുള്ള സമയത്തും 10,000കണക്കിന് ആളുകൾ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ നിഷ്പക്ഷമതികളായ ഒരു പൗരസമൂഹം ഇന്നലെ പത്തനംതിട്ടയിൽ അണിനിരന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വേറെ ഒരു പാർട്ടിക്കും ഒരു നേതാവിനും ലഭിക്കാത്ത സ്വീകാര്യതയാണ് കേരളത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ചുകൊണ്ട്